ഹായ്, എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ദാ ഈ ഭാഗത്തേക്ക് ഈ ബേക്കൊക്കെ ലൈറ്റ് ഇല്ല കേട്ടോ, ഇരുട്ടാണ്. റൂമുക്കാണ് ലൈറ്റ് കാണുന്നത്. ഞാനിവിടെ അടുക്കളയിലാണ്. രാവിലെ പണിയോട് പണിയാണ്. ചായ, കടി, ചോറ്, കൂട്ടാൻ എല്ലാം ഉണ്ടാക്കണ്ടേ, നമുക്ക് പോകണ്ടേ. അപ്പോൾ അതാ അതിന് വേണ്ടി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തിട്ടേക്കാണ്. ഇന്ന് കടി എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പൊ ചപ്പാത്തി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇന്നലെ തന്നെ കുഴച്ച് പരത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇന്നെടുത്ത് ചുട്ടാൽ മതിയല്ലോ. ഭയങ്കര പുക കണ്ടോ. അടുപ്പ് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, തിളച്ച് മറിയുന്നുണ്ട്. അപ്പൊ അരി ഇടാൻ വേണ്ടിയിട്ട് അരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്, അത് പൊരിക്കണം. അത് പൊരിക്കാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി കത്തണില്ല. തീ ഉണ്ടില്ലേ, തീന് ചിലപ്പോ ഒരു എന്താ പറയാ, ഒരു സുക്കടാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതാ അപ്പൊ അരി ഞാൻ വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അരി കാക്കണ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഈ പ്രാവശ്യം കിട്ടിയ അരിയാണ് കേട്ടത്. ഇത് ഞാൻ മാവേലിയിൽ നിന്ന് വാങ്ങിയ അരിയാണ്. കുഴപ്പമില്ല. ഒരുപാട് എന്താ പറയാ, ഈ കുറിഞ്ചാത്തനൊക്കെ ഉണ്ട് ഇതിൽ. ചേറി പെറുക്കിയതാണ്. എന്നാലും പിന്നെ ഇതിലെന്താ പറയാ, ഈ കഴുകുമ്പോൾ കാണാം ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ അങ്ങനെ പൊങ്ങി വരുന്നത്. എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരുപാട് പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകും കേട്ടോ. ഈ അരിയൊക്കെ നല്ലത് തന്നെയാണ്. മാവേലിയിൽ നിന്ന് കിട്ടിയ അരിയാണല്ലോ, നല്ല അരിയാണ്. ഏത് അരിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ചൂടുവെള്ളത്തിലൊന്നും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കഴുകണം. അരിയൊക്കെ എന്ന് പറഞ്ഞാൽ എവിടേക്കോ ഇട്ടിട്ട് ആണ് നമ്മളെ ഇവിടെ എത്തുന്നത്. പണ്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെയോ കുറുമ്പുകൾ വരുന്നുണ്ട് അരിയിൽ നിന്ന്. അപ്പോൾ ചിക്കൻ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കന് പൊരിക്കണം, അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ചിക്കനൊക്കെ ഇപ്പം എന്താ വില അല്ലേ, നല്ല വിലയാണ്. പിന്നെ കടല കറി ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് കണ്ടോ, ഈ വെള്ള കടലയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കറി ഉണ്ടാക്കണം. വെള്ളം തിളച്ചാൽ പിന്നെ പെട്ടെന്നുണ്ട് കേട്ടോ അരി തിളച്ച് കിട്ടാൻ. അരി ഇടാനൊക്കെ എന്താ പറയുക, ഒരു പണിയാണ്. ഇങ്ങനെയാണ് അരി ഇടാറ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് തട്ടും. ഇല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ വാരി ഇങ്ങനെ ഇട്ടാലൊക്കെ മതി. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അരി ഇടാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് പിന്നെ ഊറ്റണ കൊട്ടക്കോരി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ നല്ല ഇളക്കി കൊടുത്ത് തീയാണ് കത്തിച്ചാൽ നമ്മുടെ അരി പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് കിട്ടും. പിന്നെ അതാ ഈ ചിക്കൻ കഴുകി വാരാൻ വെക്കണം. ഇത് എന്നിട്ട് ഇതിവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കും. ഇത് തീ ഇങ്ങോട്ട് കത്തിക്കുക, എന്നിട്ട് ഇതിങ്ങോട്ട് അടച്ച് വെക്കുക. അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം വറുത്തിട്ടാണ് കേട്ടോ. നാളികേരം വറുത്ത് അരച്ചുകൊണ്ടാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തൊന്ന് പോയോ കേട്ടോ നമുക്ക്. ഇതൊന്ന് നീട്ടിട്ടെ ഞാൻ. അപ്പോൾ ചോറ് ഇവിടെ അടുപ്പത്തുണ്ട്, അത് ഇങ്ങനെ വെന്തോളും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം ലൈറ്റ് ഇല്ലാത്തതുണ്ട്. ഇങ്ങനെ വന്നിട്ട് നേരം വെളുത്തിട്ടുണ്ട്. 6:10 നമ്മൾ ഇത്രേ ആയിട്ടുള്ളൂ. പുറത്ത് ലൈറ്റ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് നേരം വഴുകി എണീക്കാൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത്. മുറ്റടിക്കണം, കുറേ ജോലികളുണ്ട്. തോട് കാണിച്ചു തരാം കേട്ടോ. തോടാണല്ലോ എല്ലാവർക്കും പ്രധാനം. തോട് ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും. തോട്ടിൽ വെള്ളമൊക്കെ കുറവാണ്.
എന്തോ ഒഴുകി വന്ന് നിൽക്കുന്നുണ്ട് തോട്ടിൽ, എന്താണെന്ന് അറിയില്ല. ഇന്നലെ ഞാൻ വൈകിട്ട് പിന്നെ തോട്ടിൽ വന്നപ്പോൾ അവിടുന്ന് വലിയൊരു മീനിങ്ങനെ ഇങ്ങനെ 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 കയറി കയറി പോകുന്നുണ്ട് മേലേക്ക്. ഞാൻ കുറേ സമയം നോക്കി നിന്നിട്ടോ. വീഡിയോ എടുക്കാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു താഴത്തുനിന്ന്. അപ്പോൾ 2 ദിവസം മുന്നേ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വെള്ളത്തിലെങ്ങാനും പുഴയിൽ നിന്ന് വന്ന മീനാവുന്നു. അപ്പം ഇനി അടുക്കള പണിക്ക് പോവാം. നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാറ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ട്. കുമ്പളങ്ങ മുറിക്കട്ടെ. അപ്പോൾ അതാ കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ. അപ്പം അതിന് ചെറിയൊരു കുമ്പളങ്ങ കഷ്ണം എടുത്തിട്ട് ഇത് മോരൊഴിച്ചിട്ടൊരു കറി ഉണ്ടാക്കുവേ. ഈ ഒരു ചെറിയൊരു കഷ്ണം എടുക്കും, ഇത് അവിടെ മാറ്റി വെക്കും. പിന്നെ പയറ് ഉണ്ട്, ഇതാ പയറ് ഉപ്പേരി. നാളികേരമൊന്നും ഇടൂല. നാളികേരം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉപ്പേരിയിൽ ഭയങ്കര വലിയൊരു ഇഷ്ടമല്ല നാളികേരം. കുമ്പളങ്ങ പിന്നെ എങ്ങനെ കറി വെച്ചാലും ടേസ്റ്റ് ആവൂലേ. കാരണം പിന്നെ മോരൊക്കെ ഒഴിച്ചിട്ട് ഇത്തിരി കുറച്ച് നാളികേരം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് മോര് ഒഴിച്ചിട്ട് മോര് കേട്ടാവരുത്, തൈരാവണം. എന്നിട്ട് നല്ല മൂത്ത കുമ്പളയാവണം കേട്ടോ. എന്നാൽ പിന്നെ എന്താവുമെന്നറിയോ, നല്ല ടേസ്റ്റേക്കാരം കറിക്ക്. മൂത്ത കുമ്പളങ്ങ ആവണം. അപ്പോഴേ കുമ്പളങ്ങേൻ്റെ ഒരു ഫ്ലേവർ, ഒരു ചൊവ വരുള്ളൂ. അല്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കറിക്ക് ചെറിയതാക്കി നുറുക്കിയെടുക്കാം. മോര് കറി ആണെങ്കിൽ വലിയ കഷ്ണമാക്കിയിട്ട് നുറുക്കിയെടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ടിയെടുക്കട്ടോ. അപ്പം അങ്ങനെ അരിഞ്ഞെടുക്കുക, ഇങ്ങനെ ഇതിൽ വെക്കുക. അതുപോലെ പയറ് കട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ കുമ്പളങ്ങ കറിക്ക് വേണ്ടിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്, മോര് കറി. പിന്നെ പയർ ഇതാ അത്രയും നുറുക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് മതി, കാരണം പിന്നെ പയർ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ, അത് മതി. അപ്പം എന്നത് കൂട്ടാനുണ്ടാക്കാം. അപ്പം അതാ നമ്മളെ അരി വെന്തു, ചോറ് ഊറ്റാണ്. അങ്ങനെ ചോറ് ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ചോറ് ഊറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് മോര് കറി ഉണ്ടാക്കണ്ടേ, കുമ്പളങ്ങ കറി. കുമ്പളങ്ങ വെക്കണത് പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ. മുളക് പൊടി നമ്മൾ ഇതിലിടുന്നില്ല. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മോരുകറിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, വേഗം ഉണ്ടല്ലോ മോരുകറി ആവാൻ. അടച്ച് വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുമ്പളങ്ങ വെന്ത് തുടങ്ങി. ഞാനിത് നാളികേരവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകമാണ് കേട്ടോ. ഇത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. നല്ല ജീരകം ഞാൻ പൊടിച്ചായിരുന്നു. ഇത് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് തൈര് ഒഴിച്ചിട്ട് വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ കുറച്ച് തൈര്, കട്ട തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈരിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ മോര് കറിക്ക് ഫൈനായിട്ട് അരച്ച തൈര്, നാളികേരം ഒക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. തുള്ളി വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കടുകൊക്കെ ഇട്ടിട്ടൊന്നേ പൊട്ടിക്കണം. കടുകും ഉലുവയും ഒക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കണേ. ഇതപ്പോൾ നമ്മൾ മോര് കറി തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് മാത്രം പോരാ. എണ്ണ ചൂടായതിനു ശേഷം ഉലുവയും കടുകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത് ഉലുവ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഉലുവയും കടുകും കേട്ടോ, അത് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കട്ടോ. ചെറിയ ഉള്ളിയും നമ്മളെ ഇഞ്ചി മസ്റ്റാണ് കേട്ടോ ഇതിലേക്ക്. അതിട്ടു. ഇനി നമ്മളെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ടു. ഇതിലേക്ക് ഒരു സാധനം കൂടെ വേണം കേട്ടോ, അത് ലാസ്റ്റാണ് നമ്മൾ ഇടുക. അപ്പോഴാണ് നമ്മളെ കറീൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. ഇത് നല്ലോണം ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കട്ടെ നമുക്ക്.
മോര് കറിക്ക് ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, ഉലുവ, കടുക്, കറിവേപ്പില, ഉണക്കമുളക് വേണം കേട്ടോ. അതാണ് കേട്ടോ ലാസ്റ്റ് ഇടുന്ന സാധനം, വറ്റൽമുളക്. ഇത്ര മൂത്താൽ മതി കേട്ടോ. ഇനി ഇതിക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഈ തണ്ടോടക്കനെ ഇടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അതൊന്ന് പൊട്ടി ഇതിൻ്റെ ഈ എന്താ പറയുക ഫ്ലേവറൊക്കെ ഈ എണ്ണയിലേക്ക് ഇങ്ങോട്ട് കിട്ടണം, കറിവേപ്പിൻ്റെ ഇലയുടെയും വറ്റൽമുളകിൻ്റെയും. ഇനി ഇത് നമുക്ക് നമ്മൾ മോര് കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എന്താണ് അടിപൊളിയാവും കേട്ടോ നമ്മളെ മോര് കറി. ഇനി ഇത് മോര് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക്. ഇതാ നമ്മളെ മോര് കറിയിലേക്ക് നമ്മളെ കറിവേപ്പിൻ്റെ ഇതൊക്കെ താളിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇട്ട് കൊടുത്തു ഓരാ. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മുക്കിയിട്ട് ഇതും കൂടെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മളെ കറി എന്താവും സൂപ്പർ കറി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഉപ്പൊക്കെ നോക്കുക. പുളിയും ഉപ്പൊക്കെ പാകാണ് കേട്ടോ, ഞാൻ നോക്കി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു പച്ച കറിവേപ്പിൻ്റെ തണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മളെ മോര് കറി ഇങ്ങനെ അടച്ചങ്ങോട്ട് വെച്ചു. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനാണ് ഒരുപാട് പണികളുണ്ട്. ചിക്കന് വെള്ളം വാർന്നിട്ടുണ്ട്, മുളക് പൊടി, ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട ഉണ്ടല്ലോ, മുട്ട 2 മുട്ട നാടൻ മുട്ടയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടുങ്ങാണ്ട് നല്ലോണം നട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇത് കണ്ടോ നല്ലോണം കുഴച്ചെടുത്തിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുങ്ങാണ്ടാണ് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക. ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ മുട്ടയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ഇടുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ നാരങ്ങാനീര് ഇടാൻ മറന്നു. അപ്പം ഞാൻ ലേശം നാരങ്ങാനീരും കൂടി എടുക്കട്ടെ. ഇതാ നാരങ്ങാനീര് കേട്ടോ, ഒരു മുറി നാരങ്ങേൻ്റെ നീര് മുഴുവനുണ്ട്. അതാ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നല്ല പോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ മുട്ട പൊരിക്കാറുണ്ടോ എല്ലാവരും? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാടൻ മുട്ട ഒക്കെയാണ്. അപ്പോൾ പിന്നെന്താ പറയുക, നല്ലോണം അങ്ങോട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. ഇനി ഇത് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ്, ഇനി അതിലേറെ ഉണ്ടായാലും കുഴപ്പമില്ല, അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇനി ഇത് അങ്ങോട്ട് പൊരിച്ചെടുത്താലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ചിക്കൻ പൊരിച്ചതും കടലക്കറി ഉണ്ടാക്കിയതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പയറുപ്പേരി വെച്ചിട്ടുണ്ട്, അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പത്തേനും വീഡിയോ ലെങ്ത് ആവുമെന്ന് തോന്നി. അപ്പോൾ ഇത്ര വിശേഷങ്ങളുള്ളൂ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇപ്പം തന്നെ 10-13 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അതെന്തായാലും കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പയറുപ്പേരി വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ, വെക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചോറും കൂട്ടാനും എല്ലാ പണിയും കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് ഞാനിങ്ങനെ അടുപ്പത്ത് വെക്കും. അപ്പോൾ പുക പാളിയാൽ വെള്ളം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പുക പാളാതെ ശ്രദ്ധിക്കണം.